കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താമെന്ന സർക്കാർ നിലപാട് സംവരണം ഒഴിവാക്കുന്നതിനുള്ള പരിഹാരമല്ല എന്ന് സിപിഎം എംപി കെ സോമപ്രസാദ്. ആദ്യ നിയമനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാലേ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയൂ. ഇതോടെ പട്ടിക വിഭാഗക്കാരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും. മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സർക്കാരിനെതിരെ സിപിഎം എംപിയുടെ വിമർശനം. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നും. അസ്ലം, കേസിലെ 2-3 ശ്രേണികളിലെ സംവരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതിന്റെ വിശദാംശങ്ങൾ, ലേഖനത്തിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരള ഭരണ സർവീസിലെ സംവരണ നിഷേധത്തിനെതിരെ CPM-ന്റെ രാജ്യസഭാംഗമായ കെ സോമപ്രസാദ് MP നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം CPM-ന്റെ കീഴിലുള്ള പട്ടികവർഗ സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം 6 തവണ സർക്കാരിന് കത്ത് നൽകിയത് ഇതിൽ തന്നെ പറയുന്നുണ്ട്. നേരത്തെ തന്നെ മീഡിയ വണിലൂടെ തന്നെ അദ്ദേഹം സംവരണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നൊരു കാര്യം, ഈ സംവരണ നിഷേധം സംബന്ധിച്ച് നിയമസഭയ്ക്കകത്തും പുറത്തും പലതവണ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി നൽകിയ ഏറ്റവും അവസാന നിയമസഭ നൽകിയ മറുപടി എന്ന് പറയുന്നത്, കേരള ഭരണ സർവീസിലെ ആദ്യ നിയമനം കഴിഞ്ഞതിന് ശേഷം സംവരണ വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രാതിനിധ്യക്കുറവുണ്ടെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്താമെന്നൊരു നിലപാടാണ് ഏറ്റവും അവസാനമായി മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പരിഹാര മാർഗം അതൊരു പരിഹാര മാർഗമല്ല എന്ന് വളരെ വ്യക്തമാക്കി വിശദീകരിക്കുകയാണ് സോമപ്രസാദ് MP ഈ ലേഖനത്തിലൂടെ പ്രധാനമായും ചെയ്യുന്നത്. അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യ നിയമനം നടത്തിയതിന് ശേഷമാണ് നടക്കുന്നത്. ആദ്യം നിലവിലെ കണക്കനുസരിച്ച് 150 പേരെങ്കിലും ആദ്യ നിയമനത്തിലൂടെ ഉണ്ടാവും. അതിനുശേഷം പ്രാതിനിധ്യക്കുറവ് പരിശോധിച്ചിട്ടാണ് വീണ്ടും ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിന് വിളിക്കുന്നത്. അതോടുകൂടി തന്നെ ആദ്യ നിയമനം കഴിഞ്ഞ് 150 പേരുടെ നിയമനവും കഴിഞ്ഞ ശേഷം 3 വർഷമെങ്കിലും കഴിഞ്ഞ് മാത്രമേ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുകയുള്ളൂ. ഈ 3 വർഷ കാലയളവിൽ തന്നെ ഓരോ വർഷവും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നാണ്, ഭരണ സർവീസിൽ നിന്നാണ് IAS-ലേക്കുള്ള റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺഫർ ചെയ്യുന്നത്, IAS-ലേക്ക് കൺഫർ ചെയ്യുന്നത് ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലായിരിക്കും. അതായത് ഈ 3 വർഷത്തെയും IAS-ലേക്കുള്ള നിയമനം കൂടെ കഴിഞ്ഞതിന് ശേഷം 165 പേരുടെ താഴെയായിരിക്കും, സീനിയോറിറ്റി താഴെയായിട്ടായിരിക്കും ഒരുപക്ഷെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടന്നാൽ തന്നെ ആ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലൂടെ പട്ടിക വിഭാഗങ്ങൾക്ക് അവസരം ലഭിക്കും. അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ ഈ 165 ആദ്യ നിയമനത്തെ 150 പിന്നീട് 3 വർഷത്തേക്കുള്ള 15 മാറ്റി നിർത്തി കഴിഞ്ഞാൽ 165 താഴെയായിരിക്കും പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള അവസരം ലഭിക്കുക. അതായത് 40 വർഷത്തേക്കെങ്കിലും. ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സർക്കാരിന്റെ നിലപാട്, അല്ലെങ്കിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് കേസിലെ സംവരണ കാര്യത്തിൽ ഇനിയൊരു പുനഃപരിശോധന ഇല്ല എന്നുള്ള തരത്തിലേക്ക് ഒരു നിലപാടിലെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെ പൂർണ്ണമായും ക്ഷണിക്കുകയാണ്. 6 തവണ കത്ത് നൽകിയിട്ടും പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമായി ഇത് നിൽക്കുമ്പോൾ സോമപ്രസാദ് MP ഇന്ന് ലേഖനത്തിൽ വളരെ വ്യക്തമായി തന്നെ എഴുതുന്നുണ്ട്, ഇതൊരു പരിഹാരമല്ല, ബൈ ട്രാൻസ്ഫർ വഴി അല്ലെങ്കിൽ ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റ് ആദ്യഘട്ടത്തിലല്ലാതെ വരുന്ന നിയമനങ്ങൾ സ്വീകാര്യമല്ല എന്നുള്ളൊരു നിലപാടാണ് ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു MP തന്നെ ഉന്നയിക്കുന്നത്. അല്ല, അതിപ്പോ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു ഫൈനൽ തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല. ആ ഫൈനൽ തീരുമാനം ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഒരു ഫൈനൽ തീരുമാനത്തിലെത്തും. ഫൈനൽ തീരുമാനം ഗവൺമെന്റ് വരാത്ത സാഹചര്യത്തിൽ ഞാൻ പ്രതികരിക്കുന്നത് ശരിയാവും. പക്ഷേ കഴിഞ്ഞ ദിവസം പോലും PSC ചെയർമാനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ഈ കാര്യങ്ങളുമായി ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, അതിന്റെ സാധ്യതകൾ നോക്കിയിട്ട് ഗവൺമെന്റ് ഫൈനലായി തീരുമാനമെടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. PSC ചെയർമാൻ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഭരണസഭ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചിലതിനെ എതിർക്കുന്നുണ്ട്, ചിലത് യോജിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു സമന്വയം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കും. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുനഃപരിശോധന ഉണ്ടാകും ഈ കാര്യത്തിൽ എന്നാണോ, അങ്ങനെ ഒരു ഉറപ്പുണ്ടോ? ഞാൻ പുനഃപരിശോധന ഉണ്ടാകുമെന്ന് സർക്കാരാണ് പറയുന്നത്, എനിക്ക് പറയാനൊക്കില്ല. പക്ഷേ ഗവൺമെന്റ് ഇത്തരം അഭിപ്രായങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു സമന്വയം ഉണ്ടാക്കാനായിരിക്കും എപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന നിരവധി പരാതികൾ, ഈ കേസിലെ സംവരണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതിനോടകം ഉയർന്നു വരുന്നു. ആ പരാതികളെല്ലാം മറികടക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു പരിഹാര നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, സർക്കാർ ഇക്കാര്യമെല്ലാം പരിശോധിച്ചുകൊണ്ട് ന്യായമായ പരാതികളുണ്ടെങ്കിൽ ന്യായമായ പോരായ്മകൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കും. ഇതിനോടകം അത്തരത്തിലുള്ള ഒരു ന്യായമായ പരാതികൾ ഉന്നയിക്കപ്പെട്ടതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, സർക്കാരിന് പരിഗണിക്കേണ്ട തരത്തിലുള്ള ആ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചില സംഘടനകളും ചില വ്യക്തികളും ഒക്കെ ചില അഭിപ്രായങ്ങൾ പറയുന്നു. നേരത്തെ നിയമ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ലല്ലോ.
തീരുമാനം എടുക്കുമ്പോഴല്ലേ ആ വിമർശനം നമുക്ക് പറയാൻ നോക്കും. അല്ല ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കാരണം നേരത്തെ നിയമ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ KS-ലെ സംവരണ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. നിയമ സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സർക്കാർ തള്ളി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അതെല്ലാം ഒരു യാഥാർത്ഥ്യമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് സർക്കാർ ഇത് ഇപ്പോൾ പരിഗണിക്കാത്തതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ സർക്കാരിന്റെ മുമ്പിൽ ഇതെല്ലാം ഉണ്ട്, അതിനെ സംബന്ധിച്ച് ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം, KS-ലെ സംവരണ അട്ടിമറി സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഒരു പുനഃപരിശോധനയ്ക്ക് ശേഷം തീരുമാനമെടുക്കും, അങ്ങനെയാണല്ലേ? അത് സർക്കാർ ഇതിനെ സംബന്ധിച്ച് എല്ലാ പരാതികളും ഒക്കെ പരിശോധിച്ചിട്ട് ഈ ആക്ഷേപങ്ങളുടെ വല്ല കഴമ്പും ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തും. സോമപ്രസാദ് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മാധ്യമത്തിൽ ഇന്ന് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നുള്ളത് ഒരു പരിഹാരമല്ല എന്നാണ്. കാരണം ബൈ ട്രാൻസ്ഫർ വഴി വരുന്നതോ അല്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ചതുപോലുള്ള 2-3 ശ്രേണികളിൽ വരുന്ന നിയമനങ്ങളുടെ കാര്യത്തിൽ വരുന്ന കാര്യങ്ങളിലും ഇത്തരത്തിലൊരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് അത് പരിഹാരമല്ല. ആദ്യഘട്ടത്തിലുള്ള നിയമനങ്ങൾ തന്നെ വേണം, അവരുടെ സീനിയോറിറ്റി നഷ്ടമാകുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതേ ഒരു സാധാരണഗതിയിൽ ഒരു മാറ്റം വരുമ്പോൾ, ഒരു പുതിയ സംരംഭം വരുമ്പോൾ ഇതുപോലെ അത് അഫക്ട് ചെയ്യുന്ന വിഭാഗങ്ങളിലെല്ലാം അഭിപ്രായങ്ങൾ ഉയർന്നു വരും. അഭിപ്രായങ്ങളെല്ലാം കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നത്. ഏതായാലും താങ്കൾ തുടരുക. ഇപ്പോൾ ഓക്കെ, മുസ്ലിം ലീഗ് പ്രതിനിധി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, കുട്ടി അഹമ്മദ് കുട്ടി. KS-ലെ സംവരണ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സമരപരിപാടികളുമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതിനിടെയാണ് CPM-ന്റെ ഒരു MP-യുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം വരുന്നത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരിഹാരമല്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇതിന് പരിഹാരമാകുക? സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒരിക്കലും പരിഹാരമല്ല. ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/STക്ക് മാത്രമേ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ടാവുള്ളൂ. അത് കുറെ കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ടാകുക. അന്നേരം ആ സമയമാകുമ്പോഴേക്കും ഇവരുടെ പ്രായപരിധി കഴിഞ്ഞിരിക്കും. പിന്നെ രണ്ടാമത്തേത് IAS-ൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇല്ല. അപ്പോൾ IAS-ന്റെ സീനിയർ കാറ്റഗറിയാണ് ഈ KS. അപ്പൊ അത് സ്വാഭാവികമായും ആളെ കളിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറയുന്ന മറുപടി. അപ്പൊ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാത്ത ഒരു കാര്യമാണ്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇല്ല. അപ്പൊ സ്വാഭാവികമായും ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ് കളിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ടായത് കൊണ്ട് OBCക്ക് ഒരു പരിഹാരവും ഉണ്ടാവില്ല, ഈ SC/STക്കും പരിഹാരം ഉണ്ടാവില്ല. IAS-നാണെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇല്ല. അപ്പൊ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ട് യാതൊരു പരിഹാരവും ഉണ്ടാവുകയില്ല. സോമപ്രസാദ് പറഞ്ഞത് ശരിയാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ട് ഇതിന് യാതൊരു നിലക്കും ഒരു പരിഹാരവും ഉണ്ടാവില്ല. ഹലോ, ഓക്കെ, കേൾക്കാം. KS-ല് 2 സ്ട്രീമിലും കൂടെ സംവരണം നടപ്പാക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായി കാണേണ്ടത്. ഇത് പുതിയൊരു സർവീസാണ്. ആ സർവീസിൽ ബൈ ട്രാൻസ്ഫർ എന്ന് എഴുതി ചേർത്ത് സംവരണം നിഷേധിക്കാൻ ശ്രമിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങളോടും സ്പെഷ്യൽ SC/STയോടും ചെയ്യുന്ന അനീതിയാണ്. അവർക്ക് ഉന്നത തലങ്ങളിലേക്കും IAS-ലേക്കും ഉള്ള വാതിലുകൾ കൊട്ടിയടക്കുകയാണ്. ഇനി ഉന്നത തലങ്ങളിലും IAS-ലേക്കും ഒരൊറ്റ ദളിതനും പിന്നോക്കക്കാരനും കയറി പറ്റാൻ കഴിയില്ല. ഇത് എന്തിനാണ് ഇവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇപ്പോൾ മുൻ പിന്നാക്ക വകുപ്പ് മുൻ ഡയറക്ടർ ജോഷി VR കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. സോമപ്രസാദ് MP ഇന്ന് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള അതായത് 2ാം തലത്തിലേക്ക് വരുന്ന ഒരു നിയമനം ഇതിനൊരു പരിഹാരമല്ല, സംവരണം ഒഴിവാക്കുന്നതിനൊരു പരിഹാരമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായൊരു നിരീക്ഷണം തന്നെയാണത്. കാരണം പിന്നാക്ക വിഭാഗത്തിലുള്ള ആളുകൾ KS-ന്റെ മുൻനിര പദവിയിലേക്ക് എത്തില്ല എന്ന് മാത്രമല്ല, ബോധപൂർവമുള്ള ഒരു പിന്മാറ്റം മാത്രമായി ഇതിനെ കാണേണ്ടതുണ്ട്. എന്താണ് സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് അത് വലിയ തോതിൽ സാധ്യതകളെ ബാധിക്കുന്നത്? തീർച്ചയായും
മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം പിന്നോക്ക വിഭാഗങ്ങളുടെ പങ്കാളിത്തം അധികാരത്തിലേക്കുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള അവസരം കൗശലപൂർവം നിഷേധിക്കുന്നതിനുള്ള ഒരു തന്ത്രം മാത്രമാണ്. നിയമനം നടത്തിയ ശേഷം ഒഴിവുകൾ ഉണ്ടെങ്കിൽ നികത്തുവാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തും എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത് പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടിക വിഭാഗങ്ങൾക്കുമുള്ള തസ്തിക എത്രയെന്ന് നിശ്ചയിച്ച ശേഷം മാത്രമേ അതിൽ ഒഴിവുണ്ടാവൂ, അല്ലെങ്കിൽ അത് നികത്തപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെടാൻ കഴിയത്തുള്ളൂ. പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടിക വിഭാഗങ്ങൾക്കുമുള്ള തസ്തിക നീക്കിവെക്കാതെ അദ്ദേഹം എങ്ങനെയാണ് അവരുടെ ഒഴിവ് അവിടെ ഉണ്ടായി അല്ലെങ്കിൽ നികത്തപ്പെടാതെ പോകുന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ യുക്തിക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, ഇത് നേരിട്ടുള്ള നിയമനം തന്നെയാണ്. ആളുകളുടെ എല്ലാ തസ്തികകളും ഫില്ല് ചെയ്ത ശേഷം വീണ്ടും അവിടെ നിയമനം നടത്താൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നത് അവിടെ ഇരിക്കുന്ന ആളുകൾ 30 വർഷത്തിന് ശേഷം റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാലായിരിക്കും ഒരുപക്ഷെ ഒഴിവുണ്ടാവുക. ഇത് ഒരു തെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കുതന്ത്രം സൃഷ്ടിക്കലാണ്. ശ്രീ സോമപ്രസാദ് പറഞ്ഞത് 100% ശരിയാണ്. കാരണം ഇത് പിന്നോക്ക വിഭാഗങ്ങളുടെ പങ്കാളിത്തം ഒഴിവാക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു ന്യായത്തെ എന്ത് വക്രബുദ്ധി ഉപയോഗിച്ചും ന്യായീകരിക്കുവാനായിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന ഒരു ശ്രമം എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. പട്ടിക വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും അർഹമായ പങ്കാളിത്തം നീക്കി വെച്ച ശേഷം മാത്രമേ നമുക്ക് അവിടെ ആളുകൾ എത്തിയോ ഇല്ലയോ എന്നറിയാൻ കഴിയത്തുള്ളൂ. 3 സ്ട്രീമുകളിലും പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടിക വിഭാഗങ്ങൾക്കുമുള്ള അർഹമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള നിശ്ചിത ശതമാനം നീക്കിവെച്ചേ മതിയാകൂ. അത് നീക്കിവെച്ചെങ്കിൽ മാത്രമേ അവിടേക്ക് ആളുകൾ നികത്തപ്പെട്ടുവോ എന്ന് പിന്നീട് വിലയിരുത്തുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നീക്കിവെക്കാതിരിക്കുകയും ആ ഒഴിവുകൾ പൂർണ്ണമായും പൊതുവിഭാഗത്തിലുള്ള മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കൊണ്ട് നികത്തുകയും ചെയ്ത ശേഷം വീണ്ടും അവിടെ ഒഴിവ് വന്നാൽ നികത്തപ്പെടും എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഒരു തരത്തിലും വിശ്വസിക്കാനാവത്തില്ല. കാരണം അങ്ങനെ നികത്തപ്പെട്ട കഴിഞ്ഞ ആളുകള് വീണ്ടും പെൻഷൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോ അവർ ആ തസ്തിക ഒഴിയുന്ന സാഹചര്യത്തിലോ മാത്രമേ ഒഴിവുണ്ടാവത്തുള്ളൂ. ഇത് മനഃപൂർവ്വമായി പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കുമുള്ള അവസരം നിഷേധിക്കുവാനും അങ്ങനെ നിഷേധിക്കുന്നതിനൊരു ന്യായീകരണം കണ്ടുപിടിക്കുവാനുള്ള പരിശ്രമം മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇത് സാമൂഹ്യ നീതിയുടെ നിഷേധമാണ്, അവസര സമത്വത്തിന്റെ നിഷേധമാണ്, അധികാര പങ്കാളിത്തത്തിന്റെ നിഷേധമാണ്. ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയുന്നതുമല്ല. ഓക്കെ, ഇപ്പോൾ സുമേഷ് അച്യുതൻ കൂടി ചേരുന്നുണ്ട് ഇതിലേക്ക്. ഇതിൽ ആദ്യ നിയമനം കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തിന് ശേഷം മാത്രമേ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയുകയുള്ളൂ എന്നൊരു വസ്തുത ഇരിക്കുകയാണ്. ഇത്തരത്തിലൊരു കാര്യം KS-ലെ സംവരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് വലിയ തോതിൽ ഇത് പിന്നാക്കക്കാരെ തഴയുന്നതായി തന്നെ ഒരു വിമർശനമാണ് ഉയരുന്നത്. വലിയ തോതിലുള്ള അതിന് സാധ്യതയുമുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് കേരളത്തിൽ ഭാവിയിൽ ഉന്നത അധികാരത്തിൽ വരുന്നതിൽ പിന്നോക്ക വിഭാഗങ്ങളെ തഴയുന്നതിലുള്ള ബോധപൂർവമായ ഒരു നീക്കമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ KS-ൽ വരുന്ന ആളുകൾ 8 വർഷം കഴിയുമ്പോൾ IAS-ന് വരുന്ന ആളുകളാണ്. IAS കിട്ടിക്കഴിയുമ്പോൾ ഉന്നത ഉദ്യോഗത്തിൽ പിന്നോക്ക വിഭാഗങ്ങളെ മൊഴിയിൽ തന്നെ നുള്ളി അവർക്ക് ഉള്ള അവസരം നിഷേധിക്കുക എന്നതിന്റെ ഒരു ഗൂഢ ലക്ഷ്യമാണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ഈ 3 സ്കീമിൽ 3 സ്റ്റേജിൽ ഒരെണ്ണത്തിൽ മാത്രം ഇത് വെച്ച് 150-ൽ 50 പേരിൽ മാത്രം സംവരണം ഒതുക്കി ബാക്കിയുള്ളത് അവർക്ക് നിഷേധിക്കുന്നത് തീർച്ചയായും അത് ഭരണഘടന വിരുദ്ധമാണ്. അത് സാമൂഹ്യ നീതിക്ക് ഒരു കാരണവശാലും അതിന്റെ നിഷേധമാണ്, സാമൂഹ്യ നീതിയുടെ നിഷേധമാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനെതിരെ ഇനി ഏത് അളവിൽ വരെ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഏത് അളവിൽ നിയമപരമായി അതിനെ ചെറുക്കാൻ തന്നെയാണ് ഞങ്ങൾ സംഘടനാപരമായി ആലോചിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ തലത്തിൽ നിന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ തീരുമാനമെടുത്തിട്ടില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പോലും മുഖ്യമന്ത്രി PSC ചെയർമാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പോലും ഇത്തരം കാര്യങ്ങൾ പുനഃപരിശോധിക്കാം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിന് അധികാരപ്പെട്ട ആളുകൾ ആവർത്തിച്ച് പറയുന്നു. ഇത് ഒരു ആദ്യത്തെ ഡയറക്റ്റ് നേരിട്ടെടുക്കുന്നവർക്ക് മാത്രമേ സംവരണമുള്ളൂ, ബാക്കിയുള്ള 2 വിഭാഗങ്ങൾക്കും സംവരണമില്ല എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുന്നതൊക്കെ ആളുകളെ കബളിപ്പിക്കലാണ്. അത് യാതൊരു യുക്തിയുമില്ലാത്തതാണ്. ഇത് അവർ വ്യക്തമായി തീരുമാനമെടുത്തതാണ്. ഭാവിയിൽ പിന്നോക്ക വിഭാഗങ്ങൾ ഉന്നത ഉദ്യോഗത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന
ആരൊക്കെയോ കണക്കാക്കിയിരിക്കും, ആരുടെയൊക്കെയോ മനസ്സിലുള്ള ഗൂഢലക്ഷ്യം നിറവേറ്റുകയാണ് മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാർ. ഇതിനോടകം തന്നെ വലിയ തോതിൽ ഈ കാര്യം ചർച്ചയായതാണ്. KS-ലെ സംവരണ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അതിനനുസൃതമായ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. അതിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സർക്കാർ നിലപാടിനെ വിമർശിക്കുന്ന ഇത്തരം ചർച്ചകളിൽ വിമർശിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു സമീപനം ഉണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടാണ് ഇത്രയും വലിയ വിഷയമായിട്ടും? അത് തെറ്റായ ധാരണയാണ്. കാരണം കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റും MP-യുമായ ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഉപവാസം ഇരുന്നു. അതിന് തുടക്കമാണ് KPCCയുടെ OBC വിഭാഗം എന്ന നിലയിൽ ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ ശക്തമായ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് പ്രത്യക്ഷ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകാം. മറ്റ് പിന്നാക്ക സംഘടനകളെല്ലാം സംയുക്തമായി തന്നെ ഇതിനെ എതിർക്കാൻ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അതിനൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 100% കോൺഗ്രസ് KPCC OBC വിഭാഗവും ഇതിനെതിരെ പ്രത്യക്ഷ സമരത്തിൽ ഇതിനെതിരെ സമരം നടത്തുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്കെല്ലാം പിന്തുണയുമായിട്ട് ഞങ്ങളുണ്ടാവും. ഞങ്ങൾ തന്നെ നേരിട്ട് പ്രത്യക്ഷ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അസ്ലം ലൈനിലുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അസ്ലം, 3 വർഷത്തിന് ശേഷം, ആദ്യ നിയമനത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം മാത്രമേ പ്രത്യേക നിയമനങ്ങൾ നടത്താൻ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കെ വളരെ കൃത്യമായി തന്നെ ഉന്നത തലത്തിലേക്ക് പിന്നാക്ക സമുദായക്കാരെ തഴയുകയാണ് എന്നുള്ളതിന്റെ കൃത്യമായൊരു ചിത്രം നൽകുന്നുണ്ട്. എന്നിട്ടും സർക്കാർ ഇപ്പോഴും പറയുന്നത് ഈ കാര്യത്തിൽ വ്യക്തമായൊരു ധാരണ വന്നിട്ടില്ല, അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അന്തിമ തീരുമാനം എടുക്കുമ്പോൾ ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സോമപ്രസാദ് MP ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അതിനുള്ള സാധ്യതകൾ കാണാൻ കഴിയുമോ? അപർണ, ഇതിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് സോമപ്രസാദ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ റിക്രൂട്ട്മെന്റ് നടത്തി അല്ലെങ്കിൽ നിയമനം നടത്തിയതിന് ശേഷം അതിൽ അതിൽ സംവരണം പാലിച്ചതിന് ശേഷം അതിൽ വീണ്ടും സംവരണക്കുറവുണ്ടെങ്കിൽ മാത്രമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക. ആദ്യഘട്ടത്തിൽ റിസർവേഷൻ പാലിക്കാതെ പിന്നെ ഒഴിവ് കണ്ടെത്താനോ അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു രീതിയല്ല, അതിൻ്റെ ചട്ടമല്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ റിസർവേഷൻ നടപ്പിലാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ സോമപ്രസാദ് MP തുടക്കം മുതൽ തന്നെ പട്ടികജാതി ക്ഷേമ സമിതി, അവരുടെ പട്ടികജാതി പട്ടികവർഗ സംഘടനയും തുടക്കം മുതൽ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എല്ലാ സ്ട്രീമുകളിലും സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 6 കത്തുകൾ ഒരു MP എന്ന നിലയിലും അതോടൊപ്പം തന്നെ PKSന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹം നൽകിയിരുന്നു. മീഡിയ വൺ ഇത് സംബന്ധിച്ചുള്ള പരമ്പര ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം മീഡിയ വണ്ണോട് തന്നെ ഇക്കാര്യത്തിൽ സംവരണം നടപ്പാക്കുകയാണ് വേണ്ടതെന്ന്, ഇടതുപക്ഷം നടപ്പാക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യം അദ്ദേഹം മീഡിയ വണ്ണോട് തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല പട്ടികജാതി PKSനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന CPM-ലെ തന്നെ പട്ടികജാതി പട്ടികവർഗ MP-മാരും MLA-മാരും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കണ്ട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അതേസമയം സർക്കാരിൻ്റെ ഫയൽ നീക്കങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സർക്കാർ മുഖ്യമന്ത്രി 2 തവണ നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിച്ചപ്പോഴും ഒരു സ്ട്രീമിൽ മാത്രമേ സംവരണം നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിൽ ആവർത്തിച്ചു. ബൈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സാങ്കേതികവാദം പറഞ്ഞുകൊണ്ട് അതിൽ നൽകാൻ കഴിയില്ല എന്ന നിലപാട് ആവർത്തിച്ചു. ഏറ്റവും അവസാനം ആണ് അദ്ദേഹം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പരിഹരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുവരെയുള്ള ചർച്ചകളിൽ ഏറ്റവും അവസാനം നടന്ന PSC-മാരുടെ യോഗങ്ങളിൽ വരെ ഈ സംവരണ നയത്തിൽ മാറ്റം വരുന്ന ഒരു സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല. ഫയലിൽ ഇതുവരെയും അത്തരം ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇനി അന്തിമ ചട്ടം അല്ലെങ്കിൽ സ്പെഷ്യൽ റൂൾസിൻ്റെ ഏറ്റവും അവസാന ഫൈനൽ ചട്ടങ്ങൾ പുറത്തിറങ്ങുക മാത്രമേ ഉള്ളൂ. അത് ഒരു PSC വിജ്ഞാപനം വിളിക്കും. അവസാനത്തെ എല്ലാ പണികളും ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതുവരെ നിലപാട് മാറ്റിയില്ല. അതേസമയം പാർട്ടിക്കകത്ത് തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിലപാട് മാറ്റണമെന്ന സമ്മർദ്ദം പാർട്ടിക്കകത്ത് തന്നെ ഉയരുന്നുണ്ട് എന്നതിൻ്റെ സൂചന വേണം ഈ സോമപ്രസാദ് MP-യുടെ ഇത് കാണാൻ. അതേസമയം പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ അതോടൊപ്പം തന്നെ മറ്റു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികളും സംഘടനകളെല്ലാം തന്നെ വ്യത്യസ്ത പരിപാടികളുമായി പ്രക്ഷോഭങ്ങളുമായി രംഗത്തുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഏറ്റവും അവസാന അന്തിമ വിജ്ഞാപനം ഇറങ്ങുന്നതിന് വൈകൽ ഉണ്ടാകുന്നതാണ് കരുതുന്നത്. അതേസമയം ഇപ്പോഴും നിലപാട് മാറ്റിയിട്ടില്ല സർക്കാർ എന്നുള്ളത് ഇതുവരെയുള്ള ഫയൽ നീക്കങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ യോഗങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ നിയമസഭയുടെ പ്രസ്താവനയിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. മുഹമ്മദ് അസ്ലമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സുമേഷ് അച്യുതനും VR ജോഷിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് വാർത്തയോട് പ്രതികരിച്ചത്.